ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയുള്ള ഒരു സാംസങ് ആണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചാർജ് കയറുന്നില്ല. ചാർജിനിടുന്ന സമയത്ത് വാണിംഗ് അൺപ്ലഗ് ചാർജർ ഇമ്മീഡിയറ്റ്ലി അറിഞ്ഞിട്ടുള്ള ഇതേപോലുള്ള ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷനാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ചാർജിങ് കണക്ടറിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയത് കൊണ്ടാണ്. വെള്ളം മാത്രമല്ല, നമ്മളെ കയ്യിലുള്ള ഈർപ്പങ്ങളുള്ള കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് സേഫ് ആയിട്ട് തന്നെ നമ്മൾ അയച്ചു. അത് പൊട്ടുന്ന ഗ്ലാസ് ആണ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ അയച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇതിൻ്റെ ചാർജിങ് കണക്ടർ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ചാർജിങ് കണക്ടറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു, ചെളി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് ചെക്കും കൂടിയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ കണക്ടർ ക്ലീൻ ചെയ്ത് ഏതൊക്കെ ഭാഗത്ത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഫംഗസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി ഒന്ന് കൺഫേം ചെയ്ത് ഇതൊക്കെ കൺഫേം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത ശേഷം ബ്ലോവർ കൊണ്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ ചാർജിങ് പാത്തിലേക്ക് പോകുന്ന എല്ലാ കമ്പോണൻസും അതിൻ്റെ ആ കണക്ഷൻസും എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പോണൻസിന് ചെറിയൊരു വാല്യൂ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വാല്യൂ ഒരു ചെറിയൊരു കമ്പോണൻസിനായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കമ്പോണൻസ്. അങ്ങനെ ആ കമ്പോണൻസ് നമുക്ക് ചെറിയ വാല്യൂ വ്യത്യാസം വന്നാൽ പിന്നെ നമുക്കത് സേഫായിട്ടൊന്ന് റിമൂവ് ചെയ്ത് അതേ പ്രശ്നം തന്നെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി ഒന്ന് കൺഫേം ചെയ്യണം. അങ്ങനെ നമ്മളത് സേഫായിട്ട് റിമൂവ് ചെയ്തിട്ട് ചാർജിങ്ങിന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ചാർജിങ്ങിന് ഇട്ട് നോക്കുന്ന സമയത്ത് ചാർജ് ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് തന്നെ കയറുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. പഴയ ആ ഒരു പ്രശ്നം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ അൺപ്ലഗ് ആയിട്ട് കാണിക്കുക എന്നൊന്നുമില്ല, ഇവിടെ ചാർജ് കയറുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് റെഡിയായി നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. സാംസങ് ആണ് മക്കളെ ഫോണ്, സാംസങ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് 20 മിനിറ്റോളം നമുക്കിന്ന് ചാർജിന് ഇട്ട് നോക്കിയിട്ട് വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടോ, വീണ്ടും ചാർജിന് ഇട്ടിട്ട് ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ബാക്ക് പാനലിൽ നമുക്ക് ഡബിൾ ടാപ്പൊക്കെ ഇട്ടുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, പൊട്ടിച്ചു. അങ്ങനെ പിന്നെ എല്ലാം നമുക്ക് സെറ്റായി. കസ്റ്റമറിന് കൊടുക്കാൻ നേരത്തെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ചാർജ് ഫാസ്റ്റ് ആയിട്ട് തന്നെ കയറുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.